ആഫ്രിക്കൻ രാജ്യമായ മൊസാംബിക്കിൽ ബോട്ട് മറിഞ്ഞ് കാണാതായ കൊല്ലം സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി. കപ്പൽ കമ്പനി അധികൃതരാണ് മൃതദേഹം കണ്ടെത്തിയ വിവരം ശ്രീരാഗിന്റെ വീട്ടുകാരെ അറിയിച്ചത്. മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുവാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ബേറ തുറമുഖത്തിന് സമീപം വെള്ളിയാഴ്ച പുലർച്ചെ 3:00-ഓടെയാണ് അപകടം സംഭവിച്ചത്. ഇറ്റലി ആസ്ഥാനമായ സ്കോർപിയോ ഷിപ്പിംഗ് കമ്പനിയായ സ്വീക്കസ്റ്റ് കപ്പലിലെ ഇലക്ട്രോ ഓഫീസറാണ് ശ്രീരാഗ്. 7 വർഷമായി കപ്പലിൽ ജോലി ചെയ്യുന്ന ശ്രീരാഗ് മൊസാംബിക്കിൽ എത്തിയിട്ട് 3 വർഷമായി. 6 മാസമായി നാട്ടിലുണ്ടായിരുന്ന ശ്രീരാഗ് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മൊസാംബിക്കിലേക്ക് പോയത്. മൊസാംബിക്ക് അടുത്ത് ബെയ്റ എന്ന സ്ഥലത്ത് തുറമുഖത്തിനടുത്തായി നങ്കൂരമിട്ടിരുന്ന കപ്പലിലേക്ക് പോയ ഇന്ത്യക്കാരുൾപ്പെടെ 21 അംഗ സംഘം സഞ്ചരിച്ച ബോട്ടാണ് മുങ്ങിയത്. ഇതിൽ 15 പേർ രക്ഷപ്പെട്ടിരുന്നു. തിരച്ചിലിൽ 3 പേരുടെ മൃതദേഹം കിട്ടിയിരുന്നു. ശേഷിച്ച 3 പേർക്കായി തിരച്ചിൽ നടത്തിവരികയായിരുന്നു. ശ്രീരാഗിനെ കാണാതായതോടെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ ഇടപെട്ട് തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. ശ്രീരാഗിന്റെ ബന്ധുക്കളും ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടിരുന്നു. നടപടികൾ പൂർത്തീകരിച്ച ശേഷം മൃതദേഹം നാട്ടിലെത്തിക്കുമെന്നാണ് ബന്ധുക്കൾക്ക് കിട്ടിയ വിവരം. മൃതദേഹം ശ്രീരാഗിന്റേതാണെന്ന് സ്ഥിരീകരിച്ചതായി ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ അധികൃതർ NK പ്രേമചന്ദ്രൻ MBയെയും അറിയിച്ചിരുന്നു. മൃതദേഹം ഷിപ്പിംഗ് ഡയറക്ടറേറ്റിന്റെ നേതൃത്വത്തിൽ നാട്ടിലെത്തിക്കുമെന്നും കുടുംബത്തിന് ധനസഹായം നൽകുമെന്നും അധികൃതർ ഉറപ്പ് നൽകിയതായി MB പറഞ്ഞു. ശ്രീരാഗിന്റെ വീട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സന്ദർശിച്ചു. കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ സഹായവും ഉറപ്പു നൽകി.